ഇന്ന് നമുക്ക് വ്യത്യസ്തമായ കഥ പറയുന്ന തെലിസുകാട് എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായകനായ വരുണിന് അച്ഛനും അമ്മയും ആരും തന്നെയില്ല. അങ്ങനെയുള്ള വരുൺ ഒരു പണക്കാരിയായ പെണ്ണിനെ വിവാഹം കഴിക്കുന്നു. വിവാഹശേഷം അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് രണ്ടുപേരും കുട്ടിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. എന്നാൽ കുട്ടിയാകുന്നതേയില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴോ വരുണിന്റെ ഭാര്യയായ അഞ്ജലിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും അവൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നും അറിയുകയാണ്. അഞ്ജലിക്ക് ഒരുപാട് സങ്കടമായി. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമായിരുന്നു സരോഗസിയെ കുറിച്ച് അവൾ അറിയുന്നതും. അതുവഴി കുഞ്ഞിനെ ജനിപ്പിച്ചാലോ എന്നും അഞ്ജലി ചിന്തിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അഞ്ജലി റെഡിയാക്കും. പക്ഷേ സരോഗേറ്റ് മദറായി എത്തിയത് വരുണിന്റെ എക്സ് ഗേൾഫ്രണ്ടായ പെൺകുട്ടിയായിരുന്നു. അതും വരുണിനെ ചീറ്റ് ചെയ്തിട്ട് പോയ അതേ എക്സ് ഗേൾഫ്രണ്ട്. എന്നാൽ വരുൺ എന്ത് ചെയ്യാനാ? എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ ഗേൾഫ്രണ്ടിനോട് പ്രതികാരം വീട്ടാമെന്നും വരുൺ തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും വരുൺ ഓക്കെ പറയുന്നു. ഒരു വീട്ടിൽ തന്റെ ഭാര്യയ്ക്കും കാമുകിക്കുമൊപ്പം കഴിയുകയാണ് വരുൺ. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു? ഈ കാര്യങ്ങളെല്ലാം പുറത്തറിഞ്ഞോ? കാമുകിയും ഭാര്യയുമായിട്ട് ഒരുമിച്ച് വരുണിന്റെ ജീവിതം ആ വീട്ടിൽ എങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി എനിക്ക് അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ നായകനായ വരുണിനെയും കൂട്ടുകാരൻ അഭിയെയും കാണിക്കും. വരുൺ ലവ് ഫെയിലിയർ ആയതിനാൽ കുടിച്ചവശനായി കാമുകി വാങ്ങിത്തന്ന സാധനങ്ങളെല്ലാം കത്തിച്ചു കളയുകയാണ്. അവൾക്ക് എങ്ങനെ എന്നെ ഉപേക്ഷിക്കാൻ തോന്നി? ഞാൻ എന്താ അവളോട് ചെയ്തത്? നീ നോക്കിക്കോ, അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി വിവാഹം ചെയ്ത് എനിക്കായി ഒരു കുടുംബം ഞാൻ ഉണ്ടാക്കും. നന്നായിട്ട് ജീവിക്കും. എന്റെ വളർച്ച കണ്ടവൾ അസൂയപ്പെടുമെന്നും കരഞ്ഞുകൊണ്ട് വരുൺ അഭിയോട് പറയുന്നു. ആ സീൻ അവിടെ കട്ടായി. 4 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കാണിക്കുന്നത്. വരുൺ ഇപ്പോൾ പേര് കേട്ട 5 സ്റ്റാർ ഹോട്ടലിലെ മെയിൻ ഷെഫാണ്. വരുണിന് ബാക്കിയുള്ള സ്റ്റാഫുകൾക്കെല്ലാം തന്നെ വല്ലാത്ത പേടിയാണ്. വരുൺ വരുന്നെന്ന് കേട്ടാൽ തന്നെ ജൂനിയർ ഷെഫുമാർ എല്ലാം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കും. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാലും വരുൺ നല്ല വഴക്ക് പറയും. വരുണിന്റെ മാനേജർ കൂട്ടുകാരനായ അഭിയാണ്. നീ ഇത്രയും നാളായിട്ട് വിവാഹമൊന്നും കഴിച്ചില്ലല്ലോ. അച്ഛനും അമ്മയും ആരും തന്നെ ഇല്ലാത്ത നിനക്ക് ഒരു കുടുംബം വേണ്ടേ? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കുറച്ച് പെൺകുട്ടികളെ നോക്കി വെച്ചിട്ടുണ്ട്. അവരെ ഒന്ന് പോയി കാണണമെന്നും അഭി പറയും. അഭി പറഞ്ഞതനുസരിച്ച് പെൺകുട്ടികളെ കാണുവാനായിട്ട് എത്തുകയാണ് വരുൺ. ഓരോ പെൺകുട്ടികളെയായിട്ട് വരുൺ കാണും. ആദ്യമായിട്ട് വന്ന പെൺകുട്ടിയോട് വരുൺ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എന്നാൽ അവൾ പറയുന്നത്, എനിക്ക് വിവാഹം കഴിഞ്ഞ് ഉടനെ എന്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം ഹാപ്പിയായി ഫ്രീഡത്തോടെ ജീവിക്കണമെന്നുമാണ് അവൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള പെണ്ണിനെ കെട്ടിയാൽ ഇവൾ ഒരു ഘട്ടത്തിൽ തന്നെയും ഉപേക്ഷിക്കുമെന്ന് ചിന്തിച്ച വരുൺ അവളെ റിജക്ട് ചെയ്യുന്നു. രണ്ടാമത് വന്ന പെണ്ണ് ഒരു ഫെമിനിസ്റ്റിനെ പോലെയായിരുന്നു. മാത്രവുമല്ല നന്നായിട്ട് സിഗരറ്റും വലിക്കും. അവളെയും വരുൺ റിജക്ട് ചെയ്തു. മൂന്നാമത് വന്ന പെണ്ണിന് ആണിനെ പോലെ ജീവിക്കാനാണ് ഇഷ്ടമെന്നും പറഞ്ഞു. അതോടെ അവളെയും റിജക്ട് ചെയ്തു. കൂട്ടുകാരനടുത്തെത്തിയ വരുൺ, ദേ നോക്ക്, എനിക്കിനി വിവാഹമൊന്നും വേണ്ട. എനിക്കത് സെറ്റാകുമെന്നൊന്നും തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിക്കാമെന്ന് പറയും. ഒരു പെൺകുട്ടി കൂടിയുണ്ട്, അഞ്ജലി. അവളെ കൂടി കണ്ടിട്ട് നീ തീരുമാനിക്കെന്നും അഭി പറയുന്നു. അവളൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതും. അങ്ങനെ വരുൺ അഞ്ജലിയെ കാണുവാനായും എത്തി. അതാണ് കഥാനായിക. അഞ്ജലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. അഞ്ജലി നല്ല കാശുള്ള കുടുംബത്തിൽ ജനിച്ചതാണ്. അല്ല, സാധാരണ വീട്ടുകാരല്ലേ വിവാഹം ആലോചിച്ചു വരുന്നത്? ഇവിടെ എന്താ താൻ വന്നതെന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ, എനിക്ക് അച്ഛനോ അമ്മയോ അങ്ങനെ ആരും തന്നെ ഇല്ല. അതുകൊണ്ടാ ഞാൻ തന്നെ എന്റെ കാര്യത്തിന് വന്നതെന്നും വരുൺ പറയും. വരുണിന്റെ ആ ഒരു പെരുമാറ്റം അഞ്ജലിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത്രയും നല്ല ജോലിയുണ്ട്, ഇൻഡിപെൻഡന്റ് ആണ്, നന്നായിട്ട് ജീവിക്കുന്നു, കാശൊക്കെ കയ്യിലുണ്ട്. എന്നിട്ടെന്താ ഇപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും ചോദിക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് 28 വയസ്സായി, ജോലിയിൽ നല്ല പൊസിഷനിലുമാണ്. ഇപ്പോൾ കല്യാണം കഴിച്ചാൽ 2 വർഷത്തിനകം കുട്ടിയുണ്ടാകും. എല്ലാം അതാത് പ്രായത്തിൽ നടക്കണം എന്നാണ് അഞ്ജലി പറഞ്ഞതും. അഞ്ജലിയുടെ ആ ഒരു സ്വഭാവം വരുണിന് ഇഷ്ടമായി. രണ്ടാളും ഡേറ്റ് ചെയ്യുവാനായും ആരംഭിച്ചു. താൻ മദ്യപിക്കും, പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. കുട്ടിയുണ്ടാകുന്നതിന് പ്രശ്നമൊന്നുമില്ലെന്നും വരുൺ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും വിവാഹവും കഴിഞ്ഞു. കുറച്ചു മാസം സന്തോഷമായിട്ട് അവർ ജീവിച്ചു. പിന്നീട് അവർ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. എന്നാൽ എല്ലാം ഫെയിൽ ആയതോടുകൂടി ഹോസ്പിറ്റലിലെത്തി ചെക്കപ്പ് നടത്തിയപ്പോഴാണ് അഞ്ജലിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ല, ഫൈബ്രോയിഡ്, PCOS ഒക്കെ ഉണ്ടെന്നും ഡോക്ടർ പറയുന്നത്. അതോടെ അഞ്ജലി പൊട്ടിക്കരയുവാനായും തുടങ്ങി. അഞ്ജലിയുടെ കരച്ചിൽ കണ്ട് വരുണിനും സങ്കടമായി. അവളെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കുട്ടികളാകാൻ വേണ്ടി വരുൺ നിർത്തിവെച്ചിരുന്ന സ്മോക്കിംഗ് ശീലം വീണ്ടും അവൻ ആരംഭിച്ചത് അഞ്ജലി ശ്രദ്ധിക്കുന്നു. അതോടെ അവൾക്ക് ടെൻഷൻ ആകുവാനായും തുടങ്ങി.
എത്ര തന്നെ ഇന്റിമേറ്റ് ആയാലും അവർക്കൊരു സന്തോഷം കിട്ടുന്നതേയില്ല. ഒരിക്കൽ അഞ്ജലി കമ്പനിയിൽ നിന്നും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനായും പോയി. IVF സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ രാധയായിരുന്നു ക്ലാസ് എടുത്തത്. ഡോക്ടർ പറയുന്നത്, ഇന്ന് കുട്ടികളില്ലാത്തവർക്ക് IVF വഴി അവരുടെ സ്വപ്നം നിറവേറ്റാം. ഒരു പെണ്ണിന് കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഇവിടെ വാടക ഗർഭപാത്രം സ്വീകരിക്കാം. അതിലൂടെ കുഞ്ഞിനെ ജനിപ്പിക്കാം. ഇതിൽ ആൺ മാത്രമല്ല ബന്ധപ്പെട്ടിട്ടുള്ളത്, പെണ്ണിന്റെ എഗ്ഗും യൂസ് ചെയ്യുന്നു. ഭാര്യയുടെയും ഭർത്താവിന്റെയും എഗ്ഗും സ്പേമും ഉപയോഗിച്ച് വാടക ഗർഭപാത്രം വഴി കുഞ്ഞിനെ ജനിപ്പിക്കാമെന്നും ഡോക്ടർ പറയുന്നു. അത് കേട്ട അഞ്ജലിക്ക് ഇതുവഴി കുഞ്ഞിനെ ജനിപ്പിച്ചാലോ എന്നൊരു ചിന്ത വരും. ഡോക്ടർ രാധയെ കണ്ട് അതിനെപ്പറ്റിയുമൊക്കെ സംസാരിച്ചിട്ട് പോകുവാനായി ഇറങ്ങുകയാണ് അഞ്ജലി. അപ്പോഴെന്നെ രാധ വരുണിനെ കാണുന്നതും വരുണിനെ കണ്ടതും രാധ ഞെട്ടിപ്പോകും. കാരണം അഞ്ജലിയുടെ ഭർത്താവായ വരുണാണ് രാധയുടെ എക്സ് ലവർ. രാധയെ ഓർത്താണ് അന്ന് വരുൺ ഒരുപാട് കരഞ്ഞതും. വരുണിനെ കണ്ട രാധ വളരെ ഇമോഷണൽ ആകും. ഒടുവിൽ വരുണിന്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള വാടക ഗർഭപാത്രമായി മാറുവാൻ രാധ തീരുമാനിക്കും. അക്കാര്യം അഞ്ജലിയും അറിയിക്കും. ഒരു ഡോക്ടറായിട്ടുള്ള രാധ തന്നെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞതില് അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമായി. ആ ഒരു കാര്യം അവൾ വരുണിനോടും പറയുന്നുണ്ട്. അഞ്ജലിയുടെയും വരുണിന്റെയും ബ്ലഡിൽ ജനിക്കുന്ന കുഞ്ഞായതിനാൽ അവൻ അതിന് സമ്മതിക്കും. നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല കാര്യം ചെയ്തു തരാൻ പോകുന്ന ആ ഡോക്ടറിന്റെ ഫോട്ടോ എനിക്കൊന്ന് കാണണമെന്നും വരുൺ പറയും. അങ്ങനെ അഞ്ജലി രാധയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഫോട്ടോയിലുള്ളത് തന്റെ എക്സ് ലവർ ആയതിനാൽ വരുൺ ഞെട്ടിപ്പോകും. അഭിക്കും കാര്യം മനസ്സിലായി. ഈ കുഞ്ഞിനെ നിനക്ക് വേണോ എന്ന് അഭി ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനു വേണ്ടെന്ന് പറയണം? ദൈവമായിട്ട് എനിക്ക് തന്ന അവസരമാ. അതെന്റെ എക്സ് ലവർ വഴി ആയിക്കോട്ടെ, അതിനെന്താ? രാധ എന്റെ എക്സ് ലവർ ആണെന്ന് ആരും ഒരിക്കലും അറിയരുതെന്നും വരുൺ അഭിയോട് പറയുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് രാധയും വരുണും ജീവന് തുല്യം സ്നേഹിച്ചു. ആരുമില്ലാത്ത നേരം നോക്കി രാധയുടെ വീട്ടിൽ വന്ന വരുൺ രാധയുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നത് പതിവായിരുന്നു. രാധയോട് വരുണാണ് എപ്പോഴും ലവ് യു പറയുന്നത്. രാധയ്ക്കാണെങ്കിൽ അതൊന്നും പറയുന്നതിന് താല്പര്യമേയില്ല. അവൾക്ക് ഈ വിവാഹം കഴിക്കാനോ കുട്ടികൾ ഉണ്ടാകാനോ ഒന്നും തന്നെ താല്പര്യമില്ല. ഇതുപോലെ അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് വരുണിനോട് അവൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എന്റെ കുഞ്ഞിനെ നിന്നെ കൊണ്ട് പ്രസവിപ്പിക്കുമെന്ന് അന്ന് വരുൺ രാധയോട് പറയാറുണ്ടായിരുന്നു. അതിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോവുകയാണ്. അങ്ങനെ വരുൺ രാധയെ കാണുവാനായും എത്തി. ഞാനാണ് അഞ്ജലിയുടെ ഭർത്താവെന്നറിഞ്ഞിട്ടും നീ എന്തിനതിന് സമ്മതിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നോടൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രായശ്ചിത്തമാണിതെന്ന് കരുതിക്കോ. ഇതിലൂടെ നമുക്ക് കാണുവാനും പരസ്പരം മിണ്ടുവാനും അടുക്കുവാനും ഒക്കെ കഴിയുമല്ലോ എന്ന് രാധ ചോദിക്കുമ്പോൾ, അതിന് മറുപടിയായിട്ട് വരുൺ പറയുന്നത്, ഞാനിന്നൊരു ഭർത്താവാണ്. നീ വിചാരിക്കും പോലെ ഒരടുപ്പവും എനിക്ക് നിന്നോടില്ല. ഞാൻ അതെല്ലാം കളഞ്ഞ കാര്യമാ. എന്റെ മനസ്സിലിപ്പോൾ അഞ്ജലി മാത്രമാണുള്ളതെന്നും വരുൺ പറയുന്നു. പ്രണയിച്ചിരുന്ന സമയം രാധ തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. രാധയ്ക്ക് വേണ്ടിയിട്ട് ഒരു പയ്യനെ അവളുടെ അച്ഛൻ കണ്ടെത്തിയിരുന്നു. അവനോടൊപ്പം രാധ ഡേറ്റിന് പോകുമെന്നും പറഞ്ഞിരുന്നു. അത് കാണുന്ന വരുണിന്, നിനക്കവന് വിവാഹം കഴിക്കാനാണോ താല്പര്യമെന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ ജസ്റ്റ് ഡേറ്റ് ചെയ്തതാ, അച്ഛൻ പറഞ്ഞതിനു വേണ്ടി മാത്രം. ഇനിയിപ്പോൾ നിന്റെ ലൈഫിൽ ഏത് പെണ്ണ് വന്നാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ നിന്റെ ലൈഫിൽ ഇതുപോലൊരു പേഴ്സണായി കാണും. അതുപോലെ എന്റെ ലൈഫിലും ആര് വന്നാലും നീയും കാണും കൂടെ എന്നവൾ പറഞ്ഞിരുന്നു. ഒരുപാട് വർഷങ്ങളായി രാധയോട് പ്രതികാരമുള്ള വരുൺ എല്ലാത്തിനും സമ്മതമാണെന്നും അഞ്ജലിയോടും പറയുന്നു. പ്രതികാരം വീട്ടണമെന്നാണ് വരുണിന്റെ മനസ്സിൽ. അഞ്ജലി ആ സന്തോഷത്തിൽ രാധയ്ക്കടുത്തെത്തി, എല്ലാ കാര്യങ്ങളും നമുക്ക് വേഗത്തിൽ ശരിയാക്കാം. കുഞ്ഞായി 9 മാസം വരെയും നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. ഇത് ഞങ്ങളുടെ കുട്ടിയല്ലേ, അതിനെ നന്നായി നോക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കാണെന്നും അഞ്ജലി പറയും. അങ്ങനെ ഇഞ്ചക്ഷന്റെ പ്രോസസ് ഒക്കെ ആരംഭിക്കുന്നു. അതിനുശേഷം രാധയെ അഞ്ജലി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. കുറച്ചു നാളുകൾക്ക് ശേഷം രാധ പ്രഗ്നന്റ് ആകുന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അന്നു മുതൽ അഞ്ജലിയും വരുണും ചേർന്ന് രാധയെ നന്നായി നോക്കും. വരുണിന്റെ കെയറിങ്ങേക്ക് കാണുന്ന രാധ ഇവനെ താൻ മിസ് ചെയ്തല്ലോ എന്ന് ചിന്തിച്ച് വരുണിനോട് വന്ന് സോറി പറയുന്നു. പക്ഷേ അവൻ മൈൻഡ് ചെയ്യാതെ അഞ്ജലിയെ വിളിച്ച് അടുത്തിരുത്തി കൊഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അത് കാണുന്ന രാധയ്ക്ക് ഒരുപാട് സങ്കടമാകും. അങ്ങനെ 3 മാസം കഴിഞ്ഞു. ടെസ്റ്റ് നടത്തിയപ്പോൾ കുഞ്ഞ് ഹെൽത്തിയാണെന്നറിയും. ഉടനെ തന്നെ വീട്ടിലെത്തിയ വരുൺ രാധയെ സംബന്ധിച്ച സത്യമെല്ലാം അഞ്ജലിയോട് തുറന്നു പറയും. 3 മാസത്തിലെ ടെസ്റ്റ് നടത്തി കുഞ്ഞ് ഹെൽത്തിയാണെന്നറിഞ്ഞിട്ട് എല്ലാം തുറന്നു പറയാമെന്ന് കരുതി. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതൊന്നും നിന്നോട് തുറന്നു പറയണ്ട, രാധ അവളുടെ വീട്ടിൽ പോകട്ടെ എന്നുമാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ കുഞ്ഞ് ഹെൽത്തിയാണല്ലോ, എല്ലാ സത്യങ്ങളും നീ അറിയണം എന്നുള്ള കാര്യം വരുൺ പറയും. രാധ വരുണിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന അഞ്ജലി അവിടെയുണ്ടായിരുന്ന ഗ്ലാസ് തറയിലിട്ട് പൊട്ടിച്ചു. അത് കാണുന്ന വരുൺ, ദേ നോക്ക് അഞ്ജലി, എനിക്ക് രാധയോട് ഒരു തരി സ്നേഹം പോലും ഇപ്പോൾ ഇല്ല. അത് വെറും ടൈം പാസ് പ്രണയമായിരുന്നു. നീയാണെന്റെ മനസ്സിൽ, ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞ് അവൻ അഞ്ജലിയെ സമാധാനിപ്പിക്കും.
പക്ഷേ വരുൺ പറഞ്ഞതെല്ലാം കേട്ട് റൂമിലിരുന്ന് പൊട്ടിക്കരയുകയാണ് രാധ. രാധയ്ക്കടുത്തെത്തുന്ന വരുണിനോട് നീ എന്തിനാ ടൈം പാസ് പ്രണയമായിരുന്നു എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സിൻസിയർ ആയിരുന്നു, പക്ഷേ നിനക്കല്ലായിരുന്നല്ലോ, അതാ ഞാൻ തുറന്നു പറഞ്ഞതെന്നും വരുൺ പറഞ്ഞിട്ട് പോകുന്നു. രാധയ്ക്ക് കുറ്റബോധം താങ്ങാനായില്ല. പക്ഷേ അഞ്ജലിക്കാണെങ്കിൽ രാധയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം അറിഞ്ഞതോടുകൂടി അവളുടെ മനസ്സിൽ വല്ലാത്ത ദേഷ്യവും സങ്കടവും. തനിക്ക് ഡിവോഴ്സ് വേണമെന്നും അവൾ വരുണിനോട് ആവശ്യപ്പെടുന്നു. ഡിവോഴ്സിന്റെ പേപ്പറെല്ലാം അവൾ റെഡിയാക്കിയിട്ടുണ്ട്. ഡിവോഴ്സ് ആയാലും നമ്മൾ ഒരുമിച്ച് തന്നെ കാണും. കുഞ്ഞ് ജനിക്കും വരെ നമ്മൾ ഒരുമിച്ച് നിൽക്കും. കുഞ്ഞ് ജനിച്ചാൽ കുറച്ചുനാൾ എന്റെ അടുത്തും കുറച്ചുനാൾ നിന്റെ അടുത്തും വളരട്ടെ. അഞ്ജലി പറയുന്നതെല്ലാം കേട്ട് വരുണിന് ഒരുപാട് സങ്കടമാകും. പിന്നീടുള്ള ദിവസങ്ങളിൽ വരുണിന്റെ ജീവിതം നരകമായി മാറി. അഞ്ജലിയാണെങ്കിൽ രാധയോട് വരുൺ മിണ്ടുന്നതൊക്കെ കണ്ട് ഓരോന്ന് കുത്തി കുത്തി സംസാരിക്കും. മനസമാധാനമേ നഷ്ടമായി. ഇവർക്ക് കുട്ടികളാകാത്തതിനാൽ രാധയാണെങ്കിലോ സരോഗേറ്റ് മദറായ കാര്യം അഞ്ജലിയുടെ വീട്ടുകാർക്കറിയാം. അഞ്ജലിക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ പ്രശ്നം അവൾ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. അവൾ സങ്കടപ്പെടുന്നത് കണ്ട് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതിയാണ് അവൾ സങ്കടപ്പെട്ടതും. അത് മനസ്സിലാക്കിയ വരുൺ പറഞ്ഞിട്ടുണ്ട്, എനിക്കാണ് കുഴപ്പമെന്ന് നീ നിന്റെ വീട്ടുകാരോട് പറയുവാൻ. അങ്ങനെയാണ് അഞ്ജലി അവളുടെ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നതും. പക്ഷേ ഇപ്പോൾ രാധയാണെങ്കിൽ സരോഗേറ്റ് മദറായ കാര്യം അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ കുടുംബക്കാരെല്ലാവരും വന്ന് രാധയുടെ വളകാപ്പ് ചടങ്ങിലൊക്കെ പങ്കെടുക്കും. എന്നാൽ വരുണും അഞ്ജലിയും ഡിവോഴ്സ് ആകുന്നത് രാധയ്ക്ക് സങ്കടമായി. രാധ അവർ പിരിയാതിരിക്കുവാനായിട്ട് അഞ്ജലിയോട് ഒരുപാട് സംസാരിക്കും. കാരണം അവരെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് രാധ വന്നിട്ട് ഇപ്പോൾ അവർ രണ്ടുപേരും പിരിയുന്നത് രാധയെ കാരണമാണല്ലോ എന്നോർത്ത് അവൾക്ക് ഒരുപാട് സങ്കടമാകും. രാധ പറയും, സത്യത്തിൽ വരുണും ഞാനും ബ്രേക്കപ്പ് ആകുവാനായിട്ട് ഒരു പ്രധാന കാരണമുണ്ട്. അതെന്താണെന്നും രാധ തുറന്നു പറയുന്നു. എന്തെന്നാൽ ഈ രാധയും വരുണും പ്രണയിച്ചിരുന്ന സമയത്ത് ഇവർ ഫിസിക്കൽ റിലേഷനിലൊക്കെ ഏർപ്പെടുമായിരുന്നല്ലോ. ഒരു ദിവസം രാധ പ്രഗ്നന്റ് ആയി. അതറിയുന്ന വരുണിന് ഒരുപാട് സന്തോഷമായി. വരുൺ രാധയെ കാണുവാനായി എത്തുന്നതിന് മുൻപ് തന്നെ രാധയെ വിവരം അറിഞ്ഞതും ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ നടത്തി. ആ ഒരു വിവരം അറിഞ്ഞ വരുണിന് താങ്ങാനായില്ല. അവൾ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഇനി നീയുമായിട്ട് എനിക്കൊരു ബന്ധത്തിനും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അന്നാണ് രാധയെ ബ്രേക്കപ്പ് ചെയ്തതും. ഇതാണ് അവർ ബ്രേക്കപ്പ് ചെയ്യാനുള്ള കാരണമെന്നും രാധ അഞ്ജലിയോട് തുറന്നു പറയുന്നു. പക്ഷേ രാധ കരുതിയത് ഇത്രയും കേട്ടിട്ട് എങ്ങനെയെങ്കിലും അവനെ സ്വീകരിക്കും, അവന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് അഞ്ജലി മനസ്സിലാക്കുമെന്ന രാധ കരുതിയത്. പക്ഷേ അല്ല. അഞ്ജലിക്ക് അതുകൂടി കേട്ടതോടുകൂടി വരുണിനാൽ നീ പ്രഗ്നന്റ് ആയി, അത് നീ അബോർഷൻ ചെയ്ത് കളഞ്ഞിട്ട് നിന്റെ ആ ഒരു ആഗ്രഹം നടക്കാതായതോടുകൂടി വീണ്ടും നീ പ്ലാൻ ചെയ്തല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്, നീ ഒരു സരോഗേറ്റ് മദർ ആയത് എന്നൊക്കെ അവൾ ചോദിക്കുന്നു. രാധയെ എത്ര തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ടും നടക്കുന്നതേയില്ല. അഞ്ജലിക്ക് അത് കേട്ടതോടുകൂടി അവൾ ചതിക്കപ്പെട്ടു എന്ന ഫീലായി. അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തതും. വരുണിനും അത് താങ്ങാനായില്ല. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം രാധയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വരുണായിരുന്നു. രാധയ്ക്ക് പ്രസവ വേദന വന്നു. അവളെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. അങ്ങനെ രാധ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മവും നൽകി. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അവിടേക്ക് അഞ്ജലി ഓടി വരികയാണ്. ദേഷ്യമെല്ലാം കളഞ്ഞ് വരുണിനെ പൂർണ്ണമായിട്ടും തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള മനസ്സുമായിട്ടാണ് അഞ്ജലി എത്തിയിരിക്കുന്നതും. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ അഞ്ജലി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അഞ്ജലിയുടെ മുത്തശ്ശി കണ്ടു. അവൾ കാര്യമെല്ലാം മുത്തശ്ശിയോട് തുറന്നു പറയും. എന്നാൽ മുത്തശ്ശി പറയുന്നത്, നിന്റെ മുത്തശ്ശൻ എന്നോട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയാതെ ഒളിച്ചും പാത്തും മുത്തശ്ശൻ പലതും ചെയ്തിരുന്നു. അതെല്ലാം അറിയുന്ന സമയത്ത് എനിക്ക് എന്ത് വിഷമവും വേദനയുമായിരുന്നെന്നോ. പക്ഷേ അവൻ അങ്ങനല്ലല്ലോ. അവൻ എല്ലാ കാര്യവും നിന്നോട് തുറന്നു പറഞ്ഞില്ലേ. ഒരു കാര്യം പോലും അവൻ നിന്നോട് ഒളിപ്പിച്ചു വെച്ചിട്ടില്ലല്ലോ. മാത്രവുമല്ല, അവന്റെ മനസ്സിൽ നീ മാത്രമാണെന്നും പല തവണയായിട്ട് അവൻ പറഞ്ഞിട്ടില്ലേ. പിന്നെന്തിനാ നീ അവനെ ഉപേക്ഷിക്കുന്നത്? അവൻ അത്രയും സത്യസന്ധനായതുകൊണ്ടാണ് അവൻ നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞതും. നിന്നെ അവൻ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത്. അത് അവൻ തന്നെ തുറന്നു പറഞ്ഞില്ലേ എന്നുള്ള കാര്യവും മുത്തശ്ശി പറയുന്നു. മുത്തശ്ശി പറയുന്നത് കേട്ട് അഞ്ജലി ഒരു കാര്യം ചിന്തിക്കും. എന്തെന്നാൽ അന്ന് രാധയുടെ മുന്നിൽ വെച്ച് വരുൺ അഞ്ജലിയെ പിടിച്ചു നിർത്തി പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ അഞ്ജലി മാത്രമാണുള്ളത്. അവളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അവളോട് ഞാൻ ഒരു ചതിയും ചെയ്തിട്ടില്ല. എന്നു മുതൽ ഞാൻ അവളെ വിവാഹം കഴിച്ച് ജീവിച്ചോ അന്നു മുതൽ എന്റെ മനസ്സിൽ അവള് മാത്രമാ. ഒരിക്കലും നിനക്ക് സ്ഥാനമില്ല എന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു. അതെല്ലാം ഓർത്താണ് അഞ്ജലി വീണ്ടും തിരികെ എത്തിയിരിക്കുന്നത്. വിവാഹത്തിന് ശേഷം പൂർണ്ണമായിട്ടും വരുൺ അവൾക്ക് സത്യസന്ധനായാണ് ജീവിച്ചതെന്നും അഞ്ജലിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അഞ്ജലി കുഞ്ഞിനെ കയ്യിൽ ഏറ്റുവാങ്ങുകയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഓടി വന്ന വരുൺ തന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എനിക്ക് കുഞ്ഞ് ജനിച്ചു. പക്ഷേ ഞാൻ ആകെ പേടിച്ചായിരുന്നത് രാധയെ കണക്കോ അഞ്ജലിയെ കണക്കോ ഇരിക്കുമോ എന്നായിരുന്നു എന്റെ പേടി. പക്ഷെ അല്ലടാ, എന്റെ അമ്മയെ കണക്കായിരിക്കുന്നത്. എനിക്കതിൽ ഒരുപാട് സന്തോഷമാണെന്നും പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ട് കയറിപ്പോകും. അങ്ങനെ അഞ്ജലിയുടെ വീട്ടുകാരെല്ലാവരും അവിടെ എത്തുന്നുണ്ട്.
എല്ലാവരും സന്തോഷത്തോടു കൂടി കുഞ്ഞിനെ ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്യുന്നു. വരുണും അഞ്ജലിയും ആഗ്രഹിച്ചതുപോലെ തന്നെ അവർക്ക് കുഞ്ഞു ജനിച്ചു. എല്ലാവരും സന്തോഷമായി. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.